മക്കളെ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ ഡിസംബർ 13 മുതൽ 20 വരെ നടന്നിട്ടുള്ള എല്ലാ ഷിഫ്റ്റുകളിലും ഏതൊക്കെയാണ് പുതിയ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടി ലെവല്, കൂടാതെ ഏതാണ് നമുക്ക് നല്ലൊരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ മക്കളെ, ആദ്യമേ അറിഞ്ഞിരിക്കുക, നമ്മൾ ഇതിന് മുന്നേ നടന്ന ഷിഫ്റ്റുകളുടെയൊക്കെ സെയിം രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കണ്ടേക്കുക. കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കളെ, നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ ചെക്ക് ചെയ്താൽ ഈ കഴിഞ്ഞ മാസം ഡിസംബർ 13 മുതൽ 20 വരെ നടന്ന പരീക്ഷകളിലെ ഡിഫിക്കൽട്ടി ലെവൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പൊ GK-ലോട്ട് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു മോഡറേറ്റ് പേപ്പർ എന്ന് പറയാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കറണ്ട് അഫയറിൽ നിന്നായിരുന്നു ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഏകദേശം ഒരു 5-6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്ക ഷിഫ്റ്റുകളിലും. കൂടെ മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഏകദേശം ഒരു 8-9 ചോദ്യങ്ങൾ മോഡറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. കൂടാതെ ഹാർഡ് ആയിട്ട് നമുക്ക് GK എന്ന് പറയാൻ പറ്റുന്നത് ഒരു 7-8 ചോദ്യങ്ങളാണ്. ഇവിടെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു 4 ചോദ്യങ്ങൾ നമ്മുടെ സ്റ്റാറ്റിക് GK എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്റ്റാറ്റിക് GK എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വിട്ടാലും യാതൊരു കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നിലവിലുള്ള പാറ്റേൺ വെച്ചിട്ട് കറണ്ട് അഫയർ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. സോ ആ ഒരു 4 ചോദ്യങ്ങൾ നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ റിമൈനിങ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ഒരു 3 കറണ്ട് അഫയർ ചോദ്യങ്ങൾ, അതായത് ചില ടോപ്പിക്സ് റിപ്പീറ്റഡ് ആണ്, ഇതിൽ ഡെപ്ത് കൂട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്കുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, ആ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് ആ ടോപ്പിക്കുകൾ മാത്രം ഒന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഹാർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ GK ഇനി വരാൻ പോകുന്ന ഷിഫ്റ്റിലുള്ളവർ പഠിച്ചാൽ മതി. അപ്പൊ നിലവിൽ ഇങ്ങനെയാണ് നമ്മുടെ GK ആയിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 13 മുതൽ 20 വരെ നടന്നിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നേരെ സയൻസിലേക്ക് വരാനായിട്ടാണെങ്കിൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏകദേശം ഒരു 8-9 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. മോഡറേറ്റ് ചോദ്യങ്ങളായിരുന്നു. 11 മുതൽ ഒരു 14 വരെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മോഡറേറ്റ് ആയിരുന്നു. ഹാർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏകദേശം ഒരു 3-4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഹാർഡ് ചോദ്യങ്ങൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് തന്നെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻഡോതെർമിക് എക്സോതെർമിക് റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ കൂടെ എക്സാം ഹോളിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനോഡൈസിങ് ഏജന്റ്, അതൊക്കെ നമ്മൾ ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. എനിവേ PYQs പ്രോപ്പറായിട്ട് റെഫർ ചെയ്തിട്ടുള്ളവർക്ക് ഈസിയാണ്. ഞാൻ പറയുന്ന ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ നിലവാരത്തിൽ, അതായത് മാത്സ് റീസണിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് കുറച്ച് സമയം മാത്രമേ GK ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഭാഗത്ത് സയൻസ് ചോദ്യങ്ങളൊക്കെ കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, ഒരു 3-4 ചോദ്യങ്ങൾ. അതർവൈസ് ഒരു ഈസി മോഡറേറ്റ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. പിന്നെ റീസണിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, റീസണിങ് പൊതുവെ ഈസി ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് റീസണിങ് പൊതുവെ ഈസി ആയിരുന്നു. ആരും യാതൊരു കംപ്ലൈന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. റീസണിങ് പൊതുവെ നല്ലൊരു ഈസി രീതിയിലായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏകദേശം 22-24 ചോദ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പക്ക ഈസി ചോദ്യങ്ങളായിരുന്നു. ചിലപ്പോൾ ഈസിയിൽ ഒരു 4-5 ചോദ്യങ്ങളൊക്കെ മോഡറേറ്റ് ലെവലിലോട്ട് വന്നിട്ടുണ്ട്. 1-2 ചോദ്യങ്ങൾ മാത്രം ഹാർഡാണ്. ഈ ഹാർഡ് എന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹാർഡായിട്ട് തോന്നിയത്. അതായത് ചിലർക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ചില ചോദ്യങ്ങൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. ചിലർ ഹാർഡ് ഇത്തിരി എന്താ പറയാ ടഫ് ആണെന്ന് പറയാനുള്ള കാര്യം. അതർവൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിന്റെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ റീസണിങ് അത്യാവശ്യം ഈസി ആയിട്ടുള്ള രീതിയിലാണ് പോയേക്കുന്നത്. ഇനി മാത്സ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മാത്സ് ചോദ്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഡിഫിക്കൽട്ടി ലെവൽ സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുള്ളത് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 10-20 ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനുശേഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ചോദ്യങ്ങളിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു മാത്സ്. റീസണിങ് പോലെയല്ല, കമ്പയർഡ് വിത്ത് റീസണിങ് കുറച്ച് ടഫ് കൂടിയ സംഭവം തന്നെയായിരുന്നു മാത്സ്. പക്ഷെ ഹൈലി റിപ്പറ്റേറ്റീവ് ആയിരുന്നു. കാരണം ഇപ്പൊ ഒട്ടുമിക്ക ഷിഫ്റ്റുകളിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. സോ ഹൈലി റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ചോദ്യങ്ങൾ പോയിരുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഹാർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കാൽക്കുലേറ്റീവ് ആണ്. ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാൽക്കുലേഷൻ സ്പീഡ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് കുറച്ച് കൂടുതൽ വേണ്ടി വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതാണ് പൊതുവെ കുട്ടികൾ ഹാർഡ് ആണെന്ന് പറഞ്ഞത്. അത് ആക്ച്വലി അത് കിട്ടുന്ന ചോദ്യങ്ങളാണ്, പക്ഷെ അവർക്ക് കുറച്ച് സമയം പോകുന്ന, അതായത് സമയം കുറച്ചധികം കളയുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുറച്ച് കാൽക്കുലേറ്റീവ് ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ മാത്സും റീസണിങ്ങിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഏകദേശം ഈ ഒരു ലെവൽ ഓഫ് രീതി തന്നെയായിരുന്നു ഒട്ടുമിക്ക ഷിഫ്റ്റുകൾ ഗ്രൂപ്പ് ഡിയുടെ പൊക്കോണ്ടിരിക്കുന്നത്. സോ അതിലൊന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. മാത്സ് റീസണിംഗ് ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ തുടക്കത്തിലെ ഷിഫ്റ്റുകളൊക്കെ പെർസെന്റേജ് കണ്ടില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പെർസെന്റേജ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള കംപ്ലൈന്റ് ഒന്നുമില്ല. ഏകദേശം ഒരു യൂണിഫോം രീതിയിൽ തന്നെയാണ് മാത്സ് റീസണിംഗ് ക്വസ്റ്റ്യൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി ഒരു ഗുഡ് അറ്റംപ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിന് മുന്നത്തെ വീഡിയോസിൽ 12-ാം തീയതി വരെയുള്ള ഷിഫ്റ്റിലുള്ള ഒരു ഗുഡ് അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അമൽ സാർ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 12-ാം തീയതി വരെയുള്ള ഷിഫ്റ്റുകളിൽ ഏതായിരുന്നു ഗുഡ് അറ്റംപ്റ്റ് എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വിത്ത് പ്രോപ്പർ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഇതുവരെ വന്നിരിക്കുന്ന ഷിഫ്റ്റുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 68 മുതൽ 78 വരെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം എനിക്ക് ഇത് ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കുറയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കറണ്ട് അഫയറിൽ നിന്ന് 1-2 അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ടോപ്പിക് ഏതൊക്കെയാണ് ഒന്നൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ കറണ്ട് അഫയർ ഞാൻ പറഞ്ഞ പോലെ ചില ഏരിയാസിൽ നിന്ന് നമുക്കിപ്പോൾ എന്താ പറയാ സ്റ്റേഡിയത്തിന്റെ പേര് അങ്ങനെയുള്ള ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല. ഡേറ്റും വെന്യൂ ഒക്കെ ഓർത്തിരിക്കുന്ന പോലെ ആ സ്റ്റേഡിയത്തിന്റെ പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല. സ്റ്റേഡിയത്തിന്റെ പേരൊക്കെ കറണ്ട് അഫയറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ സയൻസിൽ നിന്ന് 1-2 ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഡെഫിനറ്റ്ലി കുറയും. കാരണം ഇതൊക്കെ പിള്ളേർ സാധാരണ രീതിയിൽ ശരിയാക്കുന്ന ഒരു സാധനങ്ങളായിരുന്നു. പക്ഷെ അത് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് കറണ്ട് അഫയർ ഇപ്പോഴും സ്റ്റാറ്റിക് ജിക്ക് കുറച്ച് കൂടുതൽ നോക്കിയിട്ട് പോയി. കറണ്ട് അഫയർ ഇത്തിരി വെയിറ്റേജ് കുറച്ച് നോക്കിയവരുണ്ടായിരുന്നു. കാരണം അടുത്ത ഷിഫ്റ്റിൽ ഇതുപോലെ തന്നെ ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷേ കറണ്ട് അഫയർ തന്നെയാണ് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്ക ഷിഫ്റ്റിലും കമ്പയർഡ് വിത്ത് ഒരു മുന്നത്തെ സമയം, അതായത് ഒരു 12-ാം തീയതി വരെയുള്ള ഷിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി 2-3 ക്വസ്റ്റ്യൻസ് ഹാർഡ് ആയിട്ട് തന്നെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കുറച്ചിടാനുള്ള കാര്യം. സോ ഒരു 68 ഇടയിലൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അറ്റംപ്റ്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. അറൗണ്ട് ഒരു 70+ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നല്ല അറ്റംപ്റ്റ് തന്നെയാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അറ്റംപ്റ്റ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുതുതായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നോക്കിയേക്കാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതേ സെയിം ഇതിന് മുന്നേ നമ്മൾ ഷിഫ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ PPT തന്നെയാണ്. ഇവിടെ ഞാൻ ഓരോ സെക്ഷൻസിന്റെ അണ്ടറിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് പുതുതായിട്ട് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ 2024-25 ഓൺവേർഡ്സ് ഉള്ള കറണ്ട് അഫയർ പറഞ്ഞെങ്കിൽ ലാസ്റ്റ് 6 മന്ത്സിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. സ്പോർട്സിന്റെ വിന്നേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കബഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കൈറോയിൽ ഒരു ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ വിന്നർ എന്തെങ്കിലും ആണെങ്കിൽ അടുത്ത ചോദിക്കാനായിട്ട് പോകുന്നത് ചിലപ്പോൾ ആ വെന്യൂ ആയിരിക്കും. അതായത് ഇന്നൊരു ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ വെന്യൂ ആയിരിക്കും. അങ്ങനെ ആ ഒരു കൈറോ ഷൂട്ടിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. അതുമായിട്ട് ഇനി അടുത്ത ഷിഫ്റ്റുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ചോദ്യമാണ്. മുന്നത്തെ ഇതിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഷിഫ്റ്റുകളിലൊന്നും. ഗവൺമെന്റ് സ്കീംസ് നോക്കിക്കഴിഞ്ഞാൽ നാരി ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് സ്കിമ്മിന്റെ ഒരു സ്കീമാണ് നാരി ശക്തി. ഇതും പുതുതായിട്ട് പൊന്തി വന്ന ഒരു സ്കീമാണ്. നമ്മുടെ സ്വാനിധിയും ജൻ ആരോഗ്യ യോജനയൊക്കെ കണ്ടതുപോലെ തന്നെ നാരി ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനും ഈ അടുത്ത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊങ്ങി വന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കുറച്ച് പേരുടെ ഫീഡ്ബാക്സ് ഞാൻ കിട്ടിയായിരുന്നു. ഇനി എൻവയോൺമെന്റ് സബ്മിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ് പഠിക്കണമെന്ന്. അതിൽ തന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് സബ്മിറ്റ്, സൈറ്റ്സിന്റെ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് സബ്മിറ്റ് അതൊന്ന് നോക്കിയേക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ നാഷണൽ പാർക്ക് സിംഗ്ലിപ്പാൽ നാഷണൽ പാർക്ക് 107ാമത്തെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അടുത്ത ചിലപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ടൈഗർ റിസർവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ്, അതുപോലെ തന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് സബ്മിറ്റ്, കൂടാതെ നമുക്കറിയാലോ CBD സബ്മിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഋഷികുല്യ, നമ്മുടെ ടോട്ടോയ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സംഭവങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയേക്കാം. അരിബാധ, നെസ്റ്റിംഗ്, ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അത് നമുക്ക് ആവശ്യം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡേയ്സ് ആൻഡ് ടീംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടാതെ നമ്മൾ വാട്ടർ ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. ഓക്കെ, വാട്ടർ ഡേ എനിക്ക് തോന്നുന്നു മുന്നത്തെ ഞാൻ ഡിസ്കസ് ചെയ്തൊന്നും ഓർക്കുന്നില്ല. എനിവേ വാട്ടർ ഡേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്തവണത്തെ ഷിഫ്റ്റിൽ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊന്നും നോക്കി വെച്ചേക്കാം. പുതിയ ന്യൂ അപ്പോയിന്റ്മെന്റ്സ് നോക്കി കഴിഞ്ഞാൽ RPF ജനറൽ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. RPF ജനറൽ ഫസ്റ്റ് വുമൺ ജനറൽ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ RPF ജനറലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഈ ഷിഫ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വെന്യൂസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേഡിയംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോദിക്കാനാണെങ്കിൽ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ നടന്നിട്ടുള്ള ഫൈനലിൽ നടന്നിട്ടുള്ള സ്റ്റേഡിയംസിന്റെ പേര്, അതുപോലെ തന്നെ നമ്മുടെ ഗെയിംസ് ഒക്കെ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള സ്റ്റേഡിയംസിന്റെ പേരൊക്കെ നോക്കി വെച്ചേക്കാം. വെന്യൂവിന്റെ സ്ഥലം മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇവന്റ്സിന്റെ സ്റ്റേഡിയംസ് കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. കാരണം സ്റ്റേഡിയം ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ RBIയുടെ റെപ്പോ റേറ്റും ചോദിച്ചതായിട്ട് പറഞ്ഞായിരുന്നു. RBIയുടെ റെപ്പോ റേറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പിള്ളേരിൽ നിന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാണ് നമ്മൾ ഈ സംഭവം ഒരു അനാലിസിസിലേക്ക് എത്തുന്നത്. കെമിസ്ട്രി ആസ് യൂഷ്വൽ ആസിഡ്, ബേസ്, സോൾട്ട് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള അതേ സംഭവങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളൂ. മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആറ്റോമിക് സ്ട്രക്ചറിന്റെ ബേസ്, അതായത് നമ്മുടെ ഒരു എന്താ പറയാ സെയിം നമ്പറോ ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമുലയ്ക്ക് A = P +
എം അങ്ങനെ എന്തോ തോന്നുന്നു ആ ഒരു ഫോർമുല. അപ്പൊ ആ ഒരു ഫോർമുല വെച്ചിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ആ ഒരു ഫോർമുലയായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PYQ തന്നെ നോക്കിയാലും മതി, അതല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻ ബാലൻസിംഗ് നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ഈ ഷിഫ്റ്റിൽ കണ്ടത് അസറ്റിക് ആസിഡും ബ്ലീച്ചിങ് പൗഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആനോഡൈസിംഗ് സോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എക്സോതെർമിക്, എൻഡോതെർമിക് റിയാക്ഷൻസ്, അതായത് വാട്ടറും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ എൻഡോതെർമിക്, എക്സോതെർമിക് റിയാക്ഷൻസ്, ആ രീതിയിലുള്ള നമ്മൾ ചില സിനാരിയോസ് തന്നിട്ട് ഇത് എൻഡോതെർമിക് ആണോ എക്സോതെർമിക് റിയാക്ഷൻ ആണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇന്ന റിയാക്ഷൻ വരുമ്പോൾ എക്സോതെർമിക് ആണ്, ഇന്നത് എൻഡോ ആണ്, അല്ലെങ്കിൽ അത് പഠിച്ചു വെക്കാനുള്ള 1-2 ക്ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചൊന്ന് അത് നോക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ആ ഒരു ടോപ്പിക് സ്കോർ ചെയ്യാനായിട്ട്. പിന്നെ കോമൺ കോമ്പൗണ്ട്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് സോഡ, ബ്ലീച്ചിങ് പൗഡർ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഷിഫ്റ്റുകളും കണ്ടത് തന്നെയാണ്. സോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഓക്കെ, സോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സോപ്പിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഹാർഡ് വാട്ടറിൽ ലയിക്കോ ഇല്ല, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇല്ലേ സോപ്പുമായിട്ട് ബന്ധപ്പെട്ട്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സെപ്പറേഷൻ ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സോപ്പ്, അതുപോലെ തന്നെ അസറ്റിക് ആസിഡ്, ബ്ലീച്ചിങ് പൗഡർ, ഇതൊക്കെ നമ്മൾ ഈ ഷിഫ്റ്റുകളിൽ കണ്ടതായിട്ട് എനിക്ക് തോന്നി. പുതുതായിട്ട് ഈ 12-ാം തീയതി മുതൽ 20-ാം തീയതി മുതൽ നടന്നിട്ടുള്ള പരീക്ഷകളിലുള്ള ഷിഫ്റ്റുകളിൽ കണ്ടതായിട്ട് എനിക്ക് തോന്നി, പുതുതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെ. അപ്പൊ അതൊക്കെ ഒന്ന് എന്തായാലും നോക്കി വെച്ചിരിക്കുക. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് സ്ഥിരം കാണുന്ന ന്യൂട്ടന്റെ ലോസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അതായത് ഇപ്പോൾ ഒരു സിനാരിയോ തന്നിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ബസ്സിൽ ഉള്ള ഒരു എക്സാമ്പിൾ ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നോക്കിയിട്ട് ആ സിനാരിയോ തന്നിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ഇത് ഏത് ലോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആസ് യൂഷ്വൽ ആ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വർക്ക് എനർജി പവറുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ എനർജി ബേസ്ഡ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ ഡിസ്കസ് ചെയ്തത് പ്ലസ് ഇതുപോലുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. മിറർ ലെൻസ് അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലംസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, മിറർ ലെൻസ്, ലൈറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ റിഫ്രാക്ഷൻ, അതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ, ലൈറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഫോക്കൽ പോയിന്റ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ബേസിക് സെക്ഷൻ മുഴുവനായിട്ട് അരിച്ചു പറക്കി പഠിച്ചോ, എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഹീറ്റ്, കണ്ടക്ഷൻ, കൺവെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെയും അഗെയിൻ പ്രോബ്ലം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തിയററ്റിക്കലും പ്രോബ്ലം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കളർ കോഡിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീടിന്റെ ഒക്കെ ഇലക്ട്രിസിറ്റിയിൽ ലൈൻ, ന്യൂട്രൽ, ഫേസ്, ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ കളർ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും നോക്കി വെച്ചിരിക്കുക. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ, അതായത് നമ്മളിപ്പോ റിയൽ ലൈഫ് സിനാരിയോയിൽ നമ്മൾ ഡെയിലി കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനാരിയോസ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ചോദ്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ട്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറിറ്റിക്കലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോ മുന്നേ പറഞ്ഞ ചെയ്തിട്ടുണ്ട്. അമൽ സാറ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോന്നും എടുത്ത് പറഞ്ഞു തരാത്തത്. പുതുതായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു തരുന്നുള്ളൂ. അടുത്തത് ബയോളജി നോക്കാനായിട്ടാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതിൽ നമുക്ക് ടങ്ങിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടങ്ങിന്റെ ഫംഗ്ഷൻ എന്താണ്, പ്രോപ്പർ ഫംഗ്ഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ മുന്നത്തെ ഷിഫ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർ ആയിട്ട് എന്തൊക്കെ പഠിച്ചിരിക്കാൻ പറ്റും അതൊക്കെ പഠിച്ചിരിക്കുക. പിന്നെ ലിവറിന്റെ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ വയറിൽ ആ ഒരു സെക്രീഷൻ, ആസിഡ് സെക്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് മിക്ക സാധനങ്ങളും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്ര നേരം ചോദിച്ചെങ്കിൽ സ്ട്രക്ചറുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് പ്ലാസ്മ, RBC, WBC, ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മുന്നത്തെ ഷിഫ്റ്റിൽ കണ്ടോന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിവേ ആ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പ്ലാന്റ് ആൻഡ് അനിമൽ, നമ്മുടെ റെസ്പിറേഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 3 പേരുടെയും കാര്യത്തിൽ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സെൽ ഓർഗനൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ മറ്റു നിക് നെയിം ഉണ്ടല്ലോ, വേസ്റ്റ് മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഓരോ നിക് നെയിമുകളൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. ഗോൾഗി ബോഡീസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്, അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ ഓരോ നിക് നെയിംസ് ഉള്ള പേരുകളൊക്കെ ഇല്ല. ആ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. എന്തായാലും ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാന്റ് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് പോളൻ ഗ്രെയിൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, ആ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു.
വൈറ്റമിൻസ് അതിന്റെ ഡെഫിഷ്യൻസി സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു കുറച്ച് ഡേയ്സിൽ ഷിഫ്റ്റിന് ശേഷം പിന്നെ ഈ ഒരു ഷിഫ്റ്റിൽ ഒരുപാട് പേര് പറഞ്ഞു കേട്ടൊരു സംഭവമാണ് ഹെറിഡിറ്ററി. അതായത് നമ്മുടെ മെന്റലീസിന്റെ ലോസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഫ്ലോ ചാർട്ടൊക്കെ ഇല്ലേ, ഇന്നൊരു പോസിറ്റീവ് മെയിൽ ഫീമെയിൽ അങ്ങനെ കുറച്ചൊരു ഒരു ഫ്ലോ ചാർട്ടൊക്കെ വരച്ചുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഡയറക്ട്ലി ഇമേജ് ആയിട്ട് തന്നെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മെന്റൽ ലീവ്സ് ലോസിനായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്തത് ഹ്യൂമൻ ബോഡിയുടെ ബേസിക് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഏറ്റവും ചെറിയ ബോൺ ഏതാണ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ, അതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ ചോദിക്കില്ല എന്ന് വിചാരിച്ച് വിടുന്ന കുറെ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ മാത്സ് റീസണിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല. നമ്പർ സിസ്റ്റത്തിൽ നിന്നായാലും ശരി, സിംപ്ലിഫിക്കേഷൻ, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. കഴിഞ്ഞൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അമൽ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മാറ്റിയിട്ടില്ല. പെർസെന്റേജിൽ എനിക്ക് തോന്നിയ ഒരു ആയിക്കൂടി ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റേഷ്യോയും അതുപോലെ തന്നെ പെർസെന്റേജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയാലോ, റേഷ്യോ പെർസെന്റേജ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക, ആവശ്യം വരും. പിന്നെ സിംപ്ലിഫിക്കേഷൻ ചില രീതിയിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. സിംപ്ലിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് കൂടി ഒന്ന് സോൾവ് ചെയ്ത് വെച്ചിരിക്കുക, ആവശ്യം വരും, നല്ലതാണ്. പിന്നെ റീസണിങ് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി റിപ്പീറ്റഡ് ടോപ്പിക്സ് തന്നെയായിരുന്നു എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അനലോജി നോക്കിക്കഴിഞ്ഞാൽ വേർഡ് അനലോഗി, നമ്പർ അനലോഗി, നമ്പേഴ്സ്, വേർഡ്സ്, ഫിഗേഴ്സ്, പിന്നെ നമ്മുടെ പ്ലസ് മൈനസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പാറ്റേൺസ്, ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, ഇതൊക്കെ തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെൻസുറേഷൻ, നമ്മുടെ മാത്സിൽ വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. ആവറേജ്, റീപ്ലേസ്മെന്റ്, ആസ് യൂഷ്വൽ എല്ലാം ഉണ്ടായിരുന്ന ടോപ്പിക് തന്നെ, വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് നമുക്ക് പുതുതായിട്ടൊന്നും വരുന്നില്ല. മെൻസുറേഷനിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വാട്ടർ ടാങ്കിന്റെ ആ ഒരു വോളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളെ എനിക്ക് സർക്കിൾ, ക്യൂബോർഡ്, സിലിണ്ടർ ഒക്കെ ആണെങ്കിൽ എനിക്ക് പുതുതായിട്ട് വന്നു തോന്നിയത് വാട്ടർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കോഡിംഗ്, ഡീകോഡിംഗ് ഉണ്ടായിരുന്നു. ഡയറക്ഷന്റെ സെൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. സിലോജിസം, ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, മിറർ, വാട്ടർ ഇമേജ്, ഫിഗർ കൗണ്ടിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് റെയർ അല്ല, ഫിഗർ കൗണ്ടിങ് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫിഗർ കൗണ്ടിങ് എന്ന സാധനമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് റെയർ ആണ്. ഇനി അങ്ങോട്ടേക്ക് അതും സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ മക്കളെ അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വരാനുള്ള ഷിഫ്റ്റ് പൊളിച്ചടക്കാം. ഞാൻ ഉള്ള കാര്യം പറയാലോ, പൊളിച്ചടക്കിയിട്ട് പോരാം. നല്ല അടിപൊളിയായിട്ട് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഒരു ആർത്തുല്ലത്തിൽ ചിറങ്ങി വരാമെന്ന് പറയുന്നില്ലേ, ആ രീതിയിൽ വരാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ സ്റ്റാറ്റിക് ജി കെ ഞാൻ ജസ്റ്റ് പറയാനായിട്ടാണെങ്കിൽ, സ്റ്റാറ്റിക് ജി കെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നോക്കി വെച്ചോ. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ്. പക്ഷേ ഒരു 4 മാർക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു 4 മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ ആകെ കൂടി ഞാൻ ഷുവർ ഷോർട്ടായിട്ട് പറയുന്നത് സോയിൽസ് എന്തായാലും നോക്കി വെച്ചോ. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ മെഡീവൽ ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മുകളില് നമുക്ക് അക്ബറിന്റെ കാലഘട്ടവും, അക്ബറിന്റെ കാലഘട്ടവും നോക്കി വെച്ചേക്കാം. മുഗൾ എംപററുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് നോക്കണമെങ്കിൽ തന്നെ ലാസ്റ്റ് ടൈം നോക്കണമെങ്കിൽ അത് നോക്കി വെച്ചേക്കാം. INC-യുടെ സെഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ, ഇതൊക്കെ സമയമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. കാരണം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 4-5 മാർക്കിന് മുകളിൽ പോകില്ല. ആ മാർക്ക് ഒരിക്കലും നമ്മുടെ റാങ്കിനെ അഫക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബാക്കപ്പ് ഒക്കെ പോലെ, ഒരു സേഫ്റ്റി, ഒരു ബഫർ ഒക്കെ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ഈ സാധനത്തിലേക്ക് പോയാൽ മതി. പിന്നെ പറയാനാണെങ്കിൽ നാഷണൽ പാർക്ക് ഒന്ന് നോക്കി വെച്ചേക്ക്, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാധ്യതയാണ്. ഡാംസ് ആൻഡ് റിവേഴ്സും എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ് വാലി ട്രീറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ന്യൂസിലുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് നോക്കി വെച്ചേക്ക്. അത് കുറച്ച് പേര് ചോദിച്ചായിട്ട് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സ്റ്റാറ്റിക് ജി ആയിട്ട് ബന്ധപ്പെട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ മക്കളെ, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഇനിയും ഒരു സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്. വേറെ ഒന്നുകൊണ്ടും പറയുന്നാൽ ഇത്രയും സാധനങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മൾ ബാക്കിയുള്ള ഷിഫ്റ്റിലുള്ള ഒരു മാക്സിമം ഇതേ സാധനങ്ങൾ തന്നെ പഠിച്ചിട്ട് എഴുതാൻ നോക്കുക. എന്നിട്ട് മാക്സിമം സ്കോർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നോർമലൈസേഷൻ വരുമ്പോൾ ഒരു നല്ല മാർക്കിലേക്ക് എത്തി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് നോർമലൈസേഷനും അതനുസരിച്ച് നമ്മൾ എഫക്ട് ചെയ്യുന്നതാണ്. സോ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് എല്ലാവരും ഈ ഷിഫ്റ്റ്, ഇനി വരുന്ന ഷിഫ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുൾ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചിറങ്ങി വരാനുള്ള ഒരു സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഇപ്പൊ തുറന്നിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയധികം ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത് നമുക്ക് മനസ്സിലായി. ഏതൊക്കെ ടോപ്പിക്കിൽ പഠിക്കണമെന്ന് മനസ്സിലായി, ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ജസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ച സാധനങ്ങളിൽ നിന്ന് ഈ ടോപ്പിക്കൊക്കെ വീണ്ടും റിവൈസ് ചെയ്യുക. നമ്മൾ നോക്കാത്ത ചില ടോപ്പിക്സ്, എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു വെച്ചേക്കാം. മതി, സെറ്റാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തെ കറണ്ട് അഫയർ ഫുൾ സെറ്റ് ആക്കാം. മാത്സ് റീസണിങ് ഫുൾ സെറ്റ് ആക്കാം. ഇതുവരെ ചോദിച്ചുള്ള ടോപ്പിക്സ് തന്നെ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞു. സമയം ഉണ്ടെങ്കിൽ മാത്രം ആ സ്റ്റാറ്റിക് ജികെ കൂടി നോക്കിയേക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം എഴുതിയിട്ട് വരാനായിട്ട് പറ്റും. ഗ്രൂപ്പ് ഡി
മക്കളെ അതുപോലെ തന്നെ നമുക്കൊരു അടിപൊളി ടെസ്റ്റ് പാക്ക് 250 രൂപയേ ഉള്ളൂ. നിങ്ങൾ ഈ സാധനമൊക്കെ പഠിക്കുന്നതിനൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് മോക്ക് ടെസ്റ്റ് എടുത്തിരിക്കണം. അത് ഞാൻ ഇത് തന്നെ എടുക്കണമെന്ന് പറയില്ല കേട്ടോ. ഏത് മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ശരി മോക്ക് ടെസ്റ്റ് എടുക്കാതെ നിങ്ങൾ പോവല്ലേ. പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് സെറ്റാക്കി മോക്ക് ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. 22ഓളം ഫുൾ ടെസ്റ്റ് വരുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഇത് 350 രൂപ മാത്രമേ ഉള്ളൂ. കൂടാതെ നമുക്ക് ഷോർട്ട് നോട്ട്സ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ട് നിങ്ങൾ പഠനത്തിന് ശേഷം റിവിഷൻ നടത്താൻ പറ്റുന്ന ഒരു കിടിലൻ ടെസ്റ്റ് സീരീസ് ആണ്. അതിൽ ജോയിൻ ചെയ്തേക്കാം. കൂടാതെ ഇത്തവണ ആരെങ്കിലും ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് പഠിച്ചില്ല, എഴുതിയപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയെന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് ഡിയും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. കാരണം വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. RRBയുടെ കലണ്ടർ വന്നു കഴിഞ്ഞു. എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ഗ്രൂപ്പ് ഡി ഇനി അങ്ങോട്ടേക്ക് ഒന്നും കൂടി സെറ്റ് ആക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ഒരു കിടിലൻ ഗ്രൂപ്പ് ഡിയുടെ ലോങ് ടേം ബാച്ച് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ, ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. കൂടാതെ നമ്മുടെ ചാനൽ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെയൊക്കെ PDF കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നോട്ടിഫിക്കേഷൻ, വേക്കൻസീസ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ഫ്രീ നോട്ടും കൂടാതെ പോൾസും ഒക്കെ ആ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ മക്കളെ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലൊക്കെ ഒന്ന് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തിരിക്കുക. അടിപൊളിയായിട്ടായിരിക്കും ഇനി പഠിച്ചിട്ട് പോകേണ്ടത്. ആരും പരാതി പറയാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ വന്നു. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 1, 2, 3 ചോദ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ മാർക്കിനെ എഫക്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് പോകുക. അതല്ലാതെ ഞാൻ കറണ്ട് അഫയർ ഇനിയും പഠിക്കാതെ പൊക്കൊണ്ടും എനിക്ക് കറണ്ട് അഫയർ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മക്കളെ കറണ്ട് അഫയർ നല്ല തറവാക്കിയിട്ട് പൊക്കോ. സെറ്റാണ്, ഒന്നും നോക്കണ്ട, അടിപൊളിയായിട്ട് പഠിച്ചോ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.